നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് UAE പുതിയ നീക്കം. സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇപ്പോഴത്തെ ഈ നീക്കം തിരിച്ചടി തന്നെയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം UAE എമിറേറ്റ്സ് ID വിസ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് നിങ്ങൾ ഇപ്പോൾ ഞെട്ടാൻ വരട്ടെ. ഈ പുതിയ റിപ്പോർട്ടുകൾ സംബന്ധിച്ച ഔദ്യോഗിക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച് ഫെഡറൽ അതോറിറ്റിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക നിർദ്ദേശം പുറപ്പെടുവിച്ചില്ലെങ്കിലും പുതുക്കിയ എമിറേറ്റ്സ് ID വിസ നിരക്കുകൾ ഒന്ന് പരിശോധിക്കാം. 100 ദിർഹമാണ് വിസയ്ക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ് ID സന്ദർശക വിസ, റെസിഡന്റ് വിസ എന്നിവയ്ക്കെല്ലാം നിരക്ക് വർധനവ് ബാധകമാണ്. ഇതോടെ 270 ദിർഹമായിരുന്ന എമിറേറ്റ്സ് ID നിരക്ക് 370 ദിർഹമായി ഉയർന്നിട്ടുണ്ട്. ഒരു മാസത്തെ സന്ദർശക വിസ നിരക്കും 270 ദിർഹമിൽ നിന്ന് 370 ദിർഹമായി. ദുബായ് എമിറേറ്റിൽ നിരക്ക് വർധനയെക്കുറിച്ച് അറിയിപ്പ് നിലവിൽ ലഭിച്ചിട്ടില്ല. എന്തായാലും നിരക്ക് കൂട്ടിയ ഈ തീരുമാനത്തിൽ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാത്തതും നിയമലംഘനങ്ങൾ നടത്തുന്ന കമ്പനികൾക്കും കർശന താക്കീതുമായി UAE സ്വദേശിവത്കരണ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു. തൊഴിലാളികൾക്ക് പാർപ്പിടം ഒരുക്കാതിരിക്കുക, മനുഷ്യക്കടത്തിൽ ഭാഗമാവുക തുടങ്ങിയ നിയമലംഘനങ്ങൾ കമ്പനിയുടെ അനുമതി മരവിപ്പിക്കാൻ കാരണമായ കുറ്റകൃത്യങ്ങളാണെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അതുപോലെ തൊഴിലുടമയുടെ പ്രവൃത്തിയിൽ പൊറുതിമുട്ടി കഴിയുന്നവരുടെ എണ്ണവും കുറവല്ല. എന്നാൽ ഇനി ഇത്തരത്തിൽ തൊഴിലുടമ കയ്യേറ്റം ചെയ്യുകയോ വേതനം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്താൽ ഇനി ഇതൊന്നും സഹിക്കേണ്ടതില്ല. ഒരു മുന്നറിയിപ്പും നൽകാതെ ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിൽ ഉപേക്ഷിക്കാവുന്നതാണ്. കാലാവധി നിശ്ചയിച്ച കരാറുണ്ടെങ്കിലും അവകാശങ്ങൾ നിലനിർത്തി ചില സന്ദർഭങ്ങളിൽ ഗാർഹിക തൊഴിൽ വിടാം എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇരുവിഭാഗവും ഒപ്പുവെച്ച് മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം അംഗീകരിച്ച തൊഴിൽ കരാറിലെ നിബന്ധനകൾ തൊഴിലുടമ നിഷേധിച്ചാലും ജോലി ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ഏത് സാഹചര്യം കൊണ്ടാണ് ജോലി ഉപേക്ഷിക്കുന്നതെന്ന് 2 ആഴ്ചക്കകം തൊഴിലാളി രേഖാമൂലം മന്ത്രാലയത്തെ അറിയിക്കണമെന്നുണ്ട്. തൊഴിലാളികൾക്കെതിരായ ശാരീരിക മാനസിക പീഡനങ്ങൾ കടുത്ത നിയമലംഘനങ്ങളാണ്. കയ്യേറ്റം പോലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഉടൻ തന്നെ സർക്കാർ കേന്ദ്രങ്ങളിൽ അറിയിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ റിക്രൂട്ടിംഗ് കാര്യാലയങ്ങളെ സമീപിക്കുകയും പുനരധിവാസം സാധ്യമാക്കുന്നതുവരെ അവിടെ തങ്ങുകയും വേണം. പുതിയ തൊഴിലുടമയിലേക്ക് മാറുകയോ രാജ്യം വിടുകയോ ചെയ്യുന്നതുവരെ റിക്രൂട്ടിംഗ് കാര്യാലയങ്ങളുമായി സഹകരിച്ചാണ് മന്ത്രാലയം നടപടികൾ സ്വീകരിക്കുക. തൊഴിലുടമ അകാരണമായി ജോലിക്കാരെ ഒഴിവാക്കുകയാണെങ്കിൽ മടക്കയാത്ര, വിമാന ടിക്കറ്റും അനുബന്ധ തൊഴിൽ അവകാശങ്ങളും റിക്രൂട്ടിംഗ് ഏജൻസി നൽകണം. നിയമനം തൊഴിലുടമ നേരിട്ട് നടത്തിയതാണെങ്കിൽ മടക്കയാത്ര ടിക്കറ്റ് തൊഴിലാളി കണ്ടെത്തേണ്ടി വരും. സ്വദേശത്തേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റ് ചെലവ് വഹിക്കാൻ തൊഴിലാളിക്ക് പ്രാപ്തിയില്ലെങ്കിൽ ഉത്തരവാദിത്വം തൊഴിലുടമയ്ക്കാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഗാർഹിക തൊഴിലാളികളെ താൽക്കാലികമായോ സ്ഥിര ജോലിക്കോ നിയമിക്കുന്നവർ അവർക്കിടയിൽ ജാതി, മതവർഗ, ദേശ, സാമൂഹ്യ വിവേചനങ്ങൾ കാണിക്കാൻ പാടില്ലെന്ന UAE തൊഴിൽ നിയമത്തിന്റെ ഭാഗമാണ്. വ്യക്തികൾക്കിടയിലെ ശാരീരിക വൈകല്യങ്ങളുടെ പേരിലും വിവേചനം പാടില്ല. ജോലി തുടരുന്നതിലും അതിലെ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാനും പാടില്ല. തുല്യ അവസരങ്ങളും സമത്വവും ഹനിക്കുന്ന ഒരിടപെടലും തൊഴിലുടമയുടെ ഭാഗത്തു നിന്നും പാടില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തിയാലോ അവഹേളിക്കുക, ലൈംഗിക അതിക്രമം, നിർബന്ധിപ്പിച്ച് തൊഴിലെടുപ്പിക്കൽ തുടങ്ങിയവ മനുഷ്യക്കടത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ഇത് അനുവദിക്കില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.